എവരിവൺ. അപ്പോൾ മക്കളെ ഇത് നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങ് അടുത്തെത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടാണ് എന്തെന്ന് പറയുന്നത്, ക്രിസ്മസ് എക്സാമിന് നമ്മുടെ എക്കണോമിക്സിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് മിസ്സേ പഠിക്കാൻ എന്നുള്ളത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയണ പോലെ തന്നെ നമ്മൾ എന്താണ് നമ്മുടെ ഓണം എക്സാമിൽ നമുക്ക് മൊത്തത്തിൽ 5 ചാപ്റ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. 3 എണ്ണം നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ചാപ്റ്ററും 2 എണ്ണം നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സിലെ ചാപ്റ്റേഴ്സും ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്താ ആ 5 ചാപ്റ്റേഴ്സ് എന്താണ് എന്തായാലും നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമ്മളെടുത്ത് ചോദിച്ചിരിക്കും. ഓക്കെ, ജസ്റ്റ് നമ്മളടുത്ത് ചോദിച്ചിരിക്കും. ആൻഡ് അത് കൂടാതെ നമുക്ക് മൊത്തത്തിൽ എന്താണ് ബാക്കി ഒരു 7 ചാപ്റ്റേഴ്സ് കൂടാണ് എന്തിലുള്ളത് നമ്മുടെ ക്രിസ്മസ് എക്സാമിലേക്ക് നമുക്ക് നമ്മുടെ എക്കണോമിക്സിൽ നിന്നുള്ളത്. ഓക്കെ, അതിൽ 5 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സിലാണ്, 2 ചാപ്റ്റേഴ്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സിലാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഓണം എക്സാമിന്റെ പോർഷൻസും അതേപോലെ ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസും മൊത്തത്തിൽ എടുക്കുമ്പോൾ എത്രയാണ്, നമുക്ക് മൊത്തത്തിൽ 12 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനുള്ളത്. ഓക്കെ, 12 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എന്തിലുള്ളത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഉള്ളത്. ക്രിസ്മസ് എക്സാമിന് 12 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് എന്താണ് നമ്മളൊരു 7 ചാപ്റ്റേഴ്സ് ആണ് എന്തിൽ പഠിക്കുന്നത്, നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ മെയിൻ പോർഷൻ ആയിട്ട് പഠിക്കുന്നത്. ഈ 7 ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സിലെ 5 ചാപ്റ്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് എന്ന് പറയുന്നത് നമ്മുടെ പോവേർട്ടി എന്ന് പറയുന്ന ചാപ്റ്റർ. 8 മാർക്സിന്റെ എസ് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കും, 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കും, 2 മാർക്കിന് ചോദിക്കും, 1 മാർക്കിന് ചോദിക്കും. അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രമായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, 8 മാർക്സിന്റെ എസ് എന്തായാലും ഉണ്ടായിരിക്കും, അതുപോലെ 5 മാർക്സിന്റെ ഉണ്ടായിരിക്കും, 4 മാർക്സിനും ഉണ്ടാവും, അതുപോലെ 1 മാർക്കിനും ഒക്കെ എന്താണ് അതുപോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് എന്താന്ന് പറയുന്നത് നമ്മുടെ ഈ പോവേർട്ടി എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഇതിൽ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്, നിങ്ങൾ മെയിൻ ആയിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയത്തില്ലെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടതെന്നുള്ളതാണ് മിസ് പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ, ഫീച്ചേഴ്സ് ഓഫ് പുവർ. സ്ഥിരം 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് എന്ത്, ഫീച്ചേഴ്സ് ഓഫ് പുവർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ എന്തായിരിക്കും ഫീച്ചേഴ്സ്, സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പുവർ. ആരെയാണ് നമ്മൾ ദരിദ്രർ, പുവർ എന്ന് വിളിക്കുന്നത് അല്ലെ. നമുക്കറിയാം എന്താണ് വീടില്ലാത്തവർ, കുടിക്കാൻ വെള്ളം കിട്ടാത്തവർ, കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്തവർ, ധരിക്കാൻ വസ്ത്രം ഇല്ലാത്തവർ, ഇതൊക്കെയാണ് എന്താന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് പുവർ എന്ന് പറയുന്നത്. നമുക്ക് എന്താ ജോലി ഇല്ലാത്തവർ, അൺഎംപ്ലോയിഡിനെ എന്ത് പറയാം, ഒരു ഫീച്ചർ ഓഫ് പുവർ ആയിട്ട് പറയാം. ലാക്ക് ഓഫ് എബിലിറ്റി ടു ഫോർ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, ലാക്ക് ഓഫ് എബിലിറ്റി ടു ഗെറ്റ് ഫുഡ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ. ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ആളുകളെയാണ് നമ്മൾ എന്താ പറയുന്നത്, പുവർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ എഴുതിയാൽ സ്റ്റാർവേഷൻ, ഹങ്കർ, ഇതൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരെ നമുക്ക് എന്ത് പറയാം, പുവർ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്താണ് എന്താ പറയുന്നത് കാറ്റഗറൈസേഷൻ ഓഫ് പോവേർട്ടി. ഓക്കെ, നമ്മൾ മെയിൻ ആയിട്ട് 3 ടൈപ്സ് ഓഫ് പോവേർട്ടിയാണ് നമുക്കുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ 3 തരംതിരിക്കുന്നുണ്ട്. ക്രോണിക് പുവർ ഉണ്ട്, അതേപോലെ എന്താണ് നമ്മുടെ ട്രാൻസിയൻ പുവർ ഉണ്ട്, പിന്നെ നമ്മുടെ നെവർ പുവർ ഉണ്ട്. നമ്മളത് ഗ്രാഫിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് അടുത്താണ് എന്താ കോസസ് ഓഫ് പോവേർട്ടി. ഓക്കെ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പോവേർട്ടി വരുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അത് നമുക്ക് എന്താ, ഇത് നമുക്ക് മെയിനായിട്ട് 5 മാർക്സിനാണ് ഈ ഒരു പോർഷൻ ചോദിക്കുന്നത്. ഓക്കെ, ഇതെന്താണ്, ഇത് 2 മാർക്സിന് ചോദിക്കും. ഇനി കാറ്റഗറൈസേഷൻ ഓഫ് പോവേർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഗ്രാഫായിട്ടായിരിക്കും ചോദിക്കുക. ഗ്രാഫായിട്ട് ചോദിച്ചാൽ ചിലപ്പോൾ 3 മാർക്കിനായിരിക്കും, ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ കോസസ് ഓഫ് പോവേർട്ടി നമുക്കറിയാം മെയിൻ കോസ് എന്ന് പറയുന്നത് എന്താണ്, ബ്രിട്ടീഷുകാർ വന്നു, നമ്മളെ മൊത്തം എന്താണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അവരുടെ അടിമത്തത്തിലാക്കി. അതൊക്കെയാണ് മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അല്ലാണ്ട് നമുക്ക് എന്താ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം അൺഎംപ്ലോയ്മെന്റ്, ക്രോണിക് ഇൻഡെറ്റ്നെസ്, അതേപോലെ ലാക്ക് ഓഫ് എബിലിറ്റി ടു ഗെറ്റ് ഡ്രിങ്കിങ് വാട്ടർ, ലാക്ക് ഓഫ് എബിലിറ്റി നോട്ട് ടു എന്താണ് നമുക്ക് എന്താ ലാക്ക് ഓഫ് ആക്സസ് ടു ഫുഡ്, അതേപോലെ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, ലാക്ക് ഓഫ് ഹെൽത്ത് കെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ എഴുതി വെക്കുന്നത്. ഓക്കെ, ആൻഡ് അടുത്താണ് എന്ത് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ടുവേർഡ്സ് പോവേർട്ടി അലിവിയേഷൻ. 8 മാർക്സിന്റെ എസ് എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 8 മാർക്സിന്റെ എസ് എ ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. എന്താണ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ടുവേർഡ്സ് പോവേർട്ടി അലിവിയേഷൻ. ഓക്കെ, അതായത് നമ്മുടെ ഗവൺമെന്റ് ഈ പോവേർട്ടി ഇല്ലാണ്ടാകാൻ, പോവേർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ കുറച്ച് പോളിസീസും പ്രോഗ്രാംസും കൊണ്ടുവന്നിരുന്നു. ഒരു 3 ഡയമെൻഷണൽ അപ്രോച്ച് ആണ് കൊണ്ടുവന്നത്. ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് കൊണ്ടുവന്നു, സ്പെസിഫിക് പോവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് കൊണ്ടുവന്നു, പിന്നെ എന്താ ബേസിക് കമ്മ്യൂണിറ്റീസ് ടു പുവർ പീപ്പിൾ. ഇങ്ങനെ 3 ഡയമെൻഷണൽ അപ്രോച്ചസ് ആണ് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നത് പോവേർട്ടി അലിവിയേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അതിൽ
എന്താ അതിൽ കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നമ്മൾ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്, വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ മെച്ചപ്പെടുത്താനുള്ള പ്രോഗ്രാംസ് ഉണ്ട്, അതേപോലെ ഫുഡ് ആൻഡ് ന്യൂട്രീഷ്യൻസ് ഫുഡ് ആൾക്കാർക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതാണ് 8 മാർക്സിന് ചോദിക്കുക. ആൻഡ് എന്താണ് ഇത്രയും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ രാജ്യത്തെ പോവർട്ടിക്ക് യാതൊരു കുറവുമില്ല. അപ്പോൾ എന്താ അവിടെ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ എന്താ അതിൻ്റെ ലിമിറ്റേഷൻസ് ഓഫ് പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ്. ചിലപ്പോൾ ഇത് 5 മാർക്കിന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ടുവേർഡ്സ് പോവർട്ടി എലിവേഷൻ, 5 മാർക്കിന് അത് ചോദിക്കും. എന്നിട്ട് ബി പാർട്ടായിട്ട് 8 മാർക്സിന്റെ എസ്സെയാണ്, ബി പാർട്ടായിട്ട് ചോദിക്കും. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയായിരിക്കും ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ പോപ്പുലേഷൻ കൂടുതലാണ്, ആൻഡ് നമ്മുടെ ഗവൺമെന്റ് തന്നെ റിസോഴ്സസ് ഒന്നും പോരാ. ഓക്കെ, ആ റിസോഴ്സ് ഒന്നും പോരാ, അതുപോലെ പോപ്പുലേഷൻ കൂടുതലാണ്. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. പിന്നെന്താ നമ്മുടെ ഈ ബാങ്കും അതേപോലെ ഈ ഒഫീഷ്യൽസ്, ഇതായത് നമുക്ക് ഈ പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് ഒക്കെ തരുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, കുറേ ഒഫീഷ്യൽസ് ഉണ്ടാവുമല്ലോ, അവരൊക്കെ കറപ്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ഒന്നും നടക്കാത്തതും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ പോവർട്ടി എലിവേഷൻ പ്രോഗ്രാമിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയാനായിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ് നമ്മുടെ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ദാദാഭായ് നവറോജി. അല്ലെങ്കിൽ ചോദിക്കും ദാദാഭായ് നവറോജി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ് എന്നും ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചാപ്റ്ററിലോ ഈ ചാപ്റ്ററിലോ ഉണ്ടെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.